നമ്മുടെ നാട്ടിൽ മിക്കവരും കണ്ടിട്ടുള്ളൊരു ഫ്രൂട്ടാണ് മൾബറി. മൾബറിയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കത് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാൽ തീരാത്ത അത്ര കാര്യങ്ങൾ നമുക്ക് മൾബറിയെ കുറിച്ച് പറയാനുണ്ട്. എന്നാലും നമുക്ക് മൾബറിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ മൾബറി അല്ലെങ്കിൽ ലോകം മൊത്തം നമ്മൾ കാണുന്ന മൾബറിയെ ഈ നിറത്തെ അടിസ്ഥാനമാക്കിയിട്ട് 3 സ്പീഷീസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതായത് വെളുത്ത നിറത്തിലുള്ള മോറസ് ആൽബ എന്നും ചുവന്ന നിറത്തിലുള്ള ഈ മോറസ് റൂബ്ര എന്നും മൂന്നാമത്തെ ഇനമാണ് മോറസ് നൈഗ്ര. ഈ മോറസ് നൈഗ്രയാണ് കറുപ്പ് നിറം, പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര കറുപ്പ് നിറത്തിൽ നമ്മളെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ മോറസ് നൈഗ്രയ്ക്കാണ് ടേസ്റ്റ് കൂടുതലും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പുളിയും മധുരവും കൂടിയൊരു വെറൈറ്റിയാണ് മോറസ് റൂബ്ര. പിന്നെ മോറസ് ആൽബ നല്ല മധുരമുള്ള ഒരു വെറൈറ്റി കൂടിയാണ്. ഈ 3 വെറൈറ്റിയിലും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് 200ഓളം സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ മൾബറി 200ഓളം സ്പീഷീസ് നമ്മൾ ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ ഈ മൾബറിയുടെ ഉത്ഭവം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൗത്തൻ ഏഷ്യയിലാണ് ഈ മൾബറിയുടെ എല്ലാം ഉത്ഭവം. അതായത് വളരെ കാലങ്ങൾക്ക് മുമ്പ്, പണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പണ്ട്, ഈ ചൈനക്കാർ പട്ടുനൂൽ കൃഷിക്ക് വേണ്ടിയിട്ടാണ് മൾബറി കൃഷി ചെയ്ത് വന്നിരുന്നത്. പിന്നീട് ലോകമെമ്പാടും അങ്ങ് വ്യാപിക്കുകയാണ് ഉണ്ടായത്. അത്യാവശ്യം നല്ല ഉയരം വെക്കുന്ന ഒരു മരം കൂടിയാണിത്. ഏകദേശം നല്ല വണ്ണമുള്ള മൾബറിയുടെ മരങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് മൾബറിയുടെ ഫ്രൂട്ടിന്റെ ഉള്ളിലുള്ള വിത്ത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ അത് മുളയ്ക്കില്ല. അതിന് കാരണം എന്താ വെച്ചാൽ, മൾബറിയുടെ വിത്ത് അങ്കുറിന് ശേഷി കൈവരിക്കണമെങ്കിൽ അടുത്തൊരു ആൺമരം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ മൾബറിക്ക് ഉള്ളിലെ വിത്ത് മുളയ്ക്കുള്ളൂ. മറിച്ച് തൊട്ടടുത്ത് ആൺമരം ഇല്ലാത്തൊരു മൾബറി ട്രീ ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകും, ഫ്രൂട്ടിനകത്ത് വിത്തും ചെറിയ വിത്ത് കാണും, പക്ഷെ ആ വിത്ത് മുളയ്ക്കില്ല. ഈ ആൺമരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആൺമരം പൂവിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പൂമ്പൊടി എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ ആ വായുവിലേക്ക് ഇങ്ങനെ പൊട്ടി അതിന് പൂമ്പൊടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പൂമ്പൊടി എല്ലാവർക്കും, പല ആൾക്കും അലർജിയാണ് ഉണ്ടാക്കുക. അത് ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാക്കും. നമ്മൾ അക്കേഷ്യ മരത്തിന്റെ പൂമ്പൊടി ഒട്ടുമിക്ക പേർക്കും അലർജി ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിനേക്കാളും ഭീകരമാണ് ഈ ആൺ മൾബറിയുടെ പൂമ്പൊടി. ഈ നടുന്ന മൾബറി എല്ലാം നമ്മൾ കമ്പ് ഒടിച്ചിട്ട് നട്ടുണ്ടാക്കുന്ന മൾബറിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരിക്കലും ആൺപൂവോ അല്ലെങ്കിൽ പൂമ്പൊടിയോ ഉണ്ടാവില്ല. മറിച്ച് ആ പെൺപൂവ് വിരിഞ്ഞ് ആ പെൺപൂവിൽ പരാഗണം നടക്കാതെ അത് പഴമായി മാറുന്ന പ്രക്രിയയാണ് ഇതിൽ നടക്കുന്നത്. ഈ മൊറേഷ്യ ഫാമിലി ഉൾപ്പെട്ട ഒരു ചെടിയാണ് മൾബറി. ഈ മൾബറി മൊറേഷ്യ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ അത് ചക്ക, അതുപോലെ അത്തിപ്പഴം, അങ്ങനെ ഉൾപ്പെടുന്ന ഒരു വലിയൊരു ഫാമിലി തന്നെയാണത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൾബറി മോറസ് നൈഗ്രയാണ്. അതായത് പഴുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കറുപ്പ് നിറത്തിലാണ് ഇതിന്റെ പഴങ്ങൾ ഉണ്ടാവുക. മൾബറി കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയാതൊരിക്കലും ഈ വീഡിയോ ക്ലോസ് ചെയ്യാൻ പാടില്ല. അതിൽ ഒന്നാമത്തെ ആന്റി ഓക്സിഡന്റ് ആണ് ആന്തോസൈനിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് LDL കൊളസ്ട്രോൾ, അതാ ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണിത്, ആന്തോസൈനിൻസ്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന വഴി നമുക്ക് ഈ ഹൃദയരോഗങ്ങൾ തടയാൻ പറ്റും. നമുക്ക് പല ആളുകൾക്കും ഹൃദയരോഗങ്ങളും ഒക്കെ കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ കാലഘട്ടം. അതായത് നമ്മൾ LDL കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ട് രക്തധമനികളിൽ വന്ന് ബ്ലോക്കായിട്ട് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതിനെ തടയാൻ പറ്റുന്ന ടെൻഡൻസി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ആന്തോസൈനിൻസ്. ഈ ആന്തോസൈനിൻസ് നമ്മുടെ ഈ മൾബറിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ ഉള്ളൊരു ആന്റി ഓക്സിഡന്റ് ആണ് സിനിഡിൻ. നമ്മുടെ ഈ മൾബറിക്ക് നിറം നൽകുന്ന ഒരു പ്രധാന കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടാണ് ഈ സിനിഡിൻ. സിനിഡിൻ ആണ് മൾബറിക്ക് കറുപ്പ് നിറവും പിങ്ക് നിറവും അതുപോലെ ചുവപ്പ് നിറമൊക്കെ കൊടുക്കുന്നത്. ഈ സിനിഡിൻ ഒരു മെയിൻ ആന്തോസൈനാണ്. പിന്നുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ക്ലോറോജനിക് ആസിഡ്. മറ്റു പഴങ്ങളിലൊക്കെ കാണുന്ന നമ്മുടെ ആന്റി ഓക്സിഡന്റ് ആണ് ക്ലോറോജനിക് ആസിഡ്. അതും നമ്മുടെ ഈ മൾബറിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നുള്ളത് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ആന്റി ഓക്സിഡന്റ് ആണ് റൂട്ടിൻ. റൂട്ടിനാണ് നമ്മുടെ ശരീരത്തിലുള്ള ക്രോണിക് കണ്ടീഷനായ ക്യാൻസർ, ഡയബറ്റീസ്, അതുപോലെ ഹാർട്ട് ഡിസീസസ്, ഇതൊക്കെ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് റൂട്ടിൻ. ഈ റൂട്ടിൻ നമ്മുടെ ഈ മൾബറിൽ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് കൂടാതെ തന്നെ മെർസിറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് കൂടി നമ്മുടെ ഈ മൾബറിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് നമ്മുടെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാൻസറുകൾ തടയാൻ ഈ മെർസിറ്റിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മൾബറിയെ കുറിച്ച് ഇത്രയൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മൾബറിയുടെ കമ്പ് എവിടെയും കണ്ടു കിട്ടിയാൽ നമ്മളത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് മുളപ്പിക്കുക, വേരെടുപ്പിക്കുക, ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലോ നടുക. പ്രത്യേകിച്ച് വളരെ കെയർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് പഴങ്ങൾ നമുക്ക് ഈ മരത്തിൽ നിന്ന് കിട്ടും. മരം എന്ന് വേണേൽ പറയണ്ട. ഇടയ്ക്ക് ഇതൊന്നും ഒരുപാട് ഉയർത്തി വരുന്ന കമ്പുകൾ ചെത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വന്ന് ഒരു ബുഷ് പോലെ നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും. ബുഷ് പോലെ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പഴങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് കാണാനും ഭയങ്കര രസമാണ്. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഴങ്ങൾ അധികമായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ ഒരുപാട് പക്ഷികളും മറ്റ് ജീവജാലങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് പഴങ്ങൾ അവർ കൊത്തിക്കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ വരും. അപ്പം നമുക്ക്
പഴങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു വല ഉപയോഗിച്ചൊക്കെ മൂടി വെക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. എന്നാലും പ്രശ്നമില്ല, നമുക്ക് ആവശ്യത്തിലുള്ള പഴങ്ങൾ നമുക്ക് അത് എന്തായാലും കിട്ടും. പിന്നെ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരുകയും ചെയ്യും. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചെടി വളരെ പെട്ടെന്ന് വളർന്ന് പൊങ്ങി പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മൾ അല്പം ശ്രദ്ധ കൊടുത്തിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ചെടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നഴ്സറിയിൽ കിട്ടുന്ന വേറൊരു വെറൈറ്റിയാണ് ലോങ് മൾബറി. ലോങ് മൾബറി നമുക്ക് ഈ മൾബറി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വലിപ്പമുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ അത് മേടിക്കാൻ ഒരുപാട് വിലയുണ്ട്. ഏകദേശം 800 രൂപ, 1000 രൂപ, ചില ഇടങ്ങളിൽ 550 രൂപ, 500 രൂപയ്ക്കൊക്കെ അതിന് തൈകൾ കൊടുക്കുന്നുണ്ട്. ലോങ് മൾബറിയുടെ മറ്റൊരു പേരാണ് പാകിസ്ഥാനി മൾബറി, അല്ലെങ്കിൽ ബ്രസീലിയൻ മൾബറി, അല്ലെങ്കിൽ ഹിമാലയൻ മൾബറി. അപ്പോൾ ഈ ഹിമാലയൻ മൾബറി അല്ലെങ്കിൽ ഈ നീളൻ മൾബറിയിൽ ഒരുപാട് വെറൈറ്റീസ് വേറെ ഉണ്ട്. അത് മഞ്ഞ വെറൈറ്റി വരുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റോട് കൂടിയ വെറൈറ്റിയാണത്. പിന്നെ വരുന്ന വേറെ വെറൈറ്റി റൂബ്ര കാറ്റഗറിയിൽപ്പെട്ട ഒരു വെറൈറ്റി ഉണ്ട്. അത് ഏകദേശം പഴുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു റെഡിഷ് ബ്ലാക്ക് വരുന്ന ഒരു ഇനാണ്. അതും അത്യാവശ്യം നല്ല മധുരമുണ്ട്. നല്ല മധുരം ഏറ്റവും കൂടുതൽ ഈ മഞ്ഞയാണ്. പിന്നെ നമ്മുടെ ഈ ചെറിയ വെറൈറ്റീസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഈ വീഡിയോയിൽ കാണുന്നതെല്ലാം ചെറിയ വെറൈറ്റീസാണ്. അപ്പോൾ ഇത് മോറസ് നയഗ്രയാണ്. മോറസ് നയഗ്ര അത്യാവശ്യം നല്ല സാധനമാണ്. മറ്റ് നീളൻ മൾബറിയെ അപേക്ഷിച്ച് നമ്മുടെ ഈ മോറസ് നയഗ്രയുടെ ചെറിയ വെറൈറ്റിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നടുമ്പോൾ നമ്മൾ റൂബ്രയോ അല്ലെങ്കിൽ ആൽബയോ നടാതെ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മൾബറിയുടെ ഇനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മോറസ് നയഗ്രയാണ്. ഈ ബ്ലാക്ക് കളറിൽ പഴങ്ങൾ പഴുത്ത് വരുന്നത് അത് മോറസ് നയഗ്രയാണ്. അപ്പം എപ്പോഴും നമ്മൾ നടുമ്പോൾ ഈ സാധനത്തിൻ്റെ ഒരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത്രയും എമൗണ്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് നമുക്ക് ശരീരത്തിലെത്തും. തീർച്ചയായിട്ടും അത് നമുക്ക് ഒരിക്കലും ദോഷം ചെയ്യില്ല, മറിച്ച് ഗുണം മാത്രമേ നൽകുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലൊരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ദിവസേന പഴങ്ങൾ പറിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു ചെടി വേറെ ഇല്ല. ഇതിന് പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി നമ്മൾ നട്ട് ഇതിൻ്റെ ഒരു കമ്പ് നട്ട് ഒരു 4 മാസം 5 മാസം ആകുമ്പോൾ മുതൽ നമുക്ക് ഇതിന് പഴങ്ങൾ കിട്ടി തുടങ്ങും. മറ്റുള്ളൊരു ചെടികളെ അപേക്ഷിച്ച് ഒരു വർഷം മിനിമം നമ്മൾ കൊടുക്കണം. ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി നട്ട് കഴിഞ്ഞാൽ തന്നെ മിനിമം ഒരു 9 മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് പഴങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ. പക്ഷേ മൾബറിയുടെ സ്ഥിതി അങ്ങനെയല്ല. മൾബറിക്ക് ഏകദേശം 4 മാസം കഴിഞ്ഞാൽ നല്ല കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പഴങ്ങൾ കിട്ടി തുടങ്ങും. പിന്നെ പലപ്പോഴും മൾബറി പെട്ടെന്ന് ഒരു ഡോർമൻ സ്റ്റേജിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മൾ വളമൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ഡോർമൻ സ്റ്റേജിലേക്ക് പോകും. പക്ഷെ അത് നശിച്ചു പോവില്ല. അത് ഇലകളൊക്കെ പൊഴിച്ച് ഏകദേശം ഒരു ഡൈ ആയ ഒരു അവസ്ഥയിൽ വന്നു നിൽക്കും. അപ്പോൾ നമ്മൾ അല്പം ചാണകവെള്ളമൊക്കെ അടിയിൽ കലക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ധാരാളം പഴങ്ങളുണ്ടാവും. അതായത് ഡോർമൻ സ്റ്റേജിൽ നിന്ന് പിന്നെ അത് പുറത്തേക്ക് ഷൂട്ട്സൊക്കെ തള്ളി വരുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സും അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ പിന്നീട് കായായി മാറുകയും ചെയ്യും. അപ്പം ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു മൾബറിയുടെ കമ്പ് കൊണ്ടുവന്ന് നടുക. ഇല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും നഴ്സറി പോയാൽ തന്നെ നമുക്ക് മൾബറി കിട്ടും. അധികം വലിയൊന്നും ആവില്ല. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് മൾബറി നടുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ ഒരുപാട് നല്ല നല്ല സബ്ജക്റ്റുകൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.